കടുക് പൊട്ടുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇട്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. വിനാഗിരി ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവി കയറ്റി കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ നമുക്കതിൽ ഇടാം. നാരങ്ങ ഇട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു നാരങ്ങ പിക്കിളാണിത്. മാസ് സ്കെയിലിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന നല്ലത്, വീട്ടാവശ്യത്തിന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നാരങ്ങ പിക്കിളാണ്. എണ്ണ വെളിച്ചെണ്ണയോ പച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നാരങ്ങ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഓഫാക്കാം. തണുക്കുമ്പോഴേ നമുക്കിത് ജാറിനകത്താക്കി സൂക്ഷിക്കാം. ജാറിനകത്താക്കി ഒരു 2 ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. 6 മാസം വരെ കേടുകൂടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് സൂക്ഷിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ പിക്കിൾ. നാരങ്ങ തിളച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞു. നമ്മൾ നാരങ്ങ അച്ചാർ റെഡിയായി. അതിന് ഉപയോഗത്തിന് നമുക്ക് 2 ദിവസം പുറത്ത് വെച്ചിരുന്നാൽ നല്ല നാരങ്ങ പിക്കിളായിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം.